മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ആകാശുണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖമായിട്ട് വന്നു. അവിടെ എങ്ങനെയുണ്ട് സുരേഷ് ബ്രോയ്ക്ക്? നന്നായിട്ട് പോകുന്നു. ബ്രോ എന്താണ് ലലീഗയിൽ എന്താണ് സംഭവിക്കുന്നത്? ആർക്കും കപ്പ് വേണ്ട ഇപ്രാവശ്യം? എല്ലാരും നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബാഴ്സയുടെ സിറ്റുവേഷൻ എന്താണ്? ബ്രോ ഇവിടെ ബാർസയും റയലും ബൈ ബൈ കളിക്കുക. നീ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ഞാനും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും, നീ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത മറ്റേ നമ്മുടെ കൊച്ചി രാജാവിനകത്ത് അവസാനം ജഗതി വന്ന് പറയുന്ന പോലെ ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇപ്പൊ അമ്മ രണ്ടും തല്ലു പിടിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടന്മാരെ നിങ്ങൾ രണ്ടും തല്ലു പിടിക്കുക, ഞങ്ങള് എന്റെ ചെക്കൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്ന പോലെ ഞങ്ങൾ കപ്പുകൊണ്ട് പോകാന്നുള്ള രീതിയിൽ അത്ലറ്റിക്കോ 11 കളി അൺബീറ്റൻ റണ്ണിൽ പോവാണ്. ഞങ്ങൾ അതേ സമയത്ത് അപ്പത്തെ റയൽ മാഡ്രിഡ് സത്യം പറഞ്ഞാൽ അവർ വൺ ഓഫ് ദ വേഴ്സ്റ്റ് സ്റ്റാർട്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ അതുപോലെ തന്നെ സീസണിൽ നോക്കാനായിട്ടാണ് ബിഗ് ടീംസിന് അഗേൻസ്റ്റ് ഞങ്ങൾ പെർഫോം ചെയ്യുന്നു, അണ്ടർഡോഗ്സിന് അഗേൻസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയി പൊട്ടുവാണ്. എങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണമെന്ന് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുമ്മാ കൊടുക്കുകയാണ്. അപ്പൊ ഒപ്പോണന്റ് ബാർസലോണ ഫാൻസി പ്ലേസിന് ഒരു പ്ലാൻ ബി ഇല്ല, അത് ക്ലിയർലി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. യമാൽ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്, സീസണിന്റെ രണ്ടാമത്തെ ഇഞ്ചുറിയാണ്. ഐ ഡോണ്ട് നോ പുള്ളിനെ ഇങ്ങനെ പോവാണെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആകും. കാരണം ആപ്പാട് ടീമിലുള്ള ഒരു വിങ്ങറാണ്. ഇബ്രാഹിം ഡയറൊക്കെ വന്നിട്ടുണ്ട്, ഐ ഡോണ്ട് നോ അതെങ്ങനെ പോകുന്നത്. പക്ഷെ വേറെ പയ്യന്മാരെ യൂസ് ചെയ്തില്ല പണിയാണ്. ഇപ്പൊ ബാർസലോണയുടെ വീക്ക്നെസ് പ്ലാൻ എ ബാർസലോണയ്ക്ക് ഇതാണെന്നും, സോ ഞങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്താണോ അത് ഉപയോഗിച്ച് ബാർസലോണയുടെ പ്ലാൻ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്ന് എല്ലാ ടീമുകളും പഠിച്ചു. മിഡ് ബ്ലോക്ക് ഇട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, സൊസിഡാഡ് ഹൈലി എക്സ്ട്രാ അഗ്രസീവ് ആൻഡ് വൺ പ്രസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു പ്ലാൻ ബി ഹാൻസി ഫ്ലിക്ക് കണ്ടെത്തിയില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട് ആൻഡ് ലെവൻഡോസ്കിയുടെ ഫോം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ, അതുപോലെ തന്നെ ഓൾമോ, ഇവരുടെ എല്ലാ ലാക്ക് ഓഫ് ഫോം ക്ലിയർലി വിഷയമാണ്. ഇപ്പൊ റഫീന ആണെങ്കിലും യമാലാണെങ്കിലും പെട്രി ആണെങ്കിലും കസാഡയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ സ്റ്റെപ്പ് കുബാർസി ഒക്കെ ആണെങ്കിലും കിടലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കേണ്ട പ്ലേയേഴ്സ് കൊടുക്കുന്നില്ല. ആൻഡ് പ്ലേയേഴ്സ് ഫറ്റീഗ്ഡ്, ക്ലിയർലി പ്ലെയർ ഫറ്റീഗ്, വന്യമായിട്ട് ഫറ്റീഗ്ഡ് ആണ്. സോ നമുക്കറിയാം ഹാൻസി ഫ്ലിക്കിന്റെ ഫിലോസഫി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് സ്ക്വാഡ് ഡെപ്തും ഇല്ല, അതിന്റെ കൂടെ ഹാൻസി ഫ്ലിക്കിന്റെ എക്സ്ട്രാ അഗ്രസീവ് ഫിലോസഫി പറ്റത്തില്ല. സോ നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് കുറച്ചുകൂടെ ഒരു പ്ലാൻ ബി, കുറച്ചുകൂടെ ഗെയിം കൺട്രോളിംഗ് മോഡിലോട്ടൊക്കെ ബാർസലോണ വന്നിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അപ്പോഴത്തെ റയൽ മാഡ്രിഡ് ഇതുപോലെ തന്നെ. റയൽ മാഡ്രിഡ് നമ്മൾ നോക്കാനാണ് ഒരു സിസ്റ്റം ഫൈൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യാം. അവിടെയും കുറെ പ്ലേയേഴ്സിന്റെ ലാക്ക് ഓഫ് ഫോം ഉണ്ട്, ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. മോർ ദാൻ അവരൊരു സിസ്റ്റം, അവർക്ക് ഒരു എക്സാക്ട് സിസ്റ്റം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓരോ കളിയിലും അനുസരിച്ച് ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നു, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഓവറോൾ ബാർസയും റയലും പോയിന്റ്സ് ഡ്രോപ്പിംഗിന്റെ ഒരു വക്കിലാണ്. അപ്പുറത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് പക്ക ബാലൻസ്, റൈറ്റ് സിസ്റ്റം, ബാർസ റയലിനേക്കാളും സ്ക്വാഡ് ഡെപ്ത് ഉള്ള സൈഡ്. ഡിപ്പോടെ അതുപോലെ തന്നെ പാബ്ലോ ബാരിയോസ് എന്ന് പറയുന്ന അപ്കമിങ് 21 വയസ്സാണ്, ഒരു അക്കാഡമി പ്രോഡക്റ്റ് ആണ്. അന്യായ പെർഫോമൻസ് ലാസ്റ്റ് സീസൺ തൊട്ട് ഞാൻ നോട്ട് ചെയ്ത പ്ലെയർ ആണ് ചെക്കനെ. അതുപോലെ ഗ്രീസ്മാന്റെ ഫോം, ഗ്രീസ്മാൻ ഇസ് ലൈക്ക് പ്രൈം ഗ്രീസ്മാൻ ലെവൽ പെർഫോമൻസ് ആണ്. അൾവാറസ് ബാക്ക് ടു ബാക്ക് പ്ലെയർ ഓഫ് ദ മന്ത്. അൾവാറസ് ടീമിന് കൊടുക്കുന്ന ബാലൻസ് ഈ സംതിങ് എൽസ്. അതുപോലെ തന്നെ ജിയോഡനി സിമിയോണിയുടെ ഇളയ മകന്റെ കാര്യം കൂടെ പറയണം. ഈ സൂപ്പർ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെക്കനെ ടീമിൽ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ തൊട്ടാണ് ഗെയിം ചേഞ്ചർ ആയത്. അന്യായമായിട്ട് അവിടെ വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്, എല്ലാ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യുന്നുണ്ട്. ലോറന്റയ്ക്ക് ഒരു എന്നാ പറയുക ഇൻവെർട്ടർ ഫുൾ ബാക്ക് റോളിൽ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സിമിയോണിയുടെ പ്രസൻസ് കാരണം. അതുപോലെ തന്നെ അപ്പുറത്ത് ഗ്യാവി ഗാലാന്റെ പെർഫോമൻസ്, ലെങ്ലെറ്റിന്റെ പെർഫോമൻസ്, ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള. ഗിമിനസ് ഫിറ്റ് ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലിനോ ഒരു ലെഫ്റ്റ് ബാക്കിൽ നിന്ന് മാറി ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോൾ നല്ലതായിട്ട് കളിക്കുന്നു. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് ഫോർ അത്ലറ്റിക്കോ മാഡ്രിഡ്. അടുത്ത ബാർസ അത്ലറ്റിക്കോ ആണ്, എന്താവോ എന്തോന്നൊരു പേടിയാണ്. അപ്പൊ എന്തായാലും ലലീഗയിൽ കുറച്ച് ക്ലോസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ബ്രോ, ഞാൻ ടോപ്പ് 6 പറ്റി ചോദിക്കുന്നതിന് മുമ്പ് ടോപ്പ് 4 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ടോപ്പ് 4 അതും സിറ്റിയുടെ മുകളില്. ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തല്ലുമായിരുന്നു. എന്തെന്നാണ് പറയുന്നത്? നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എങ്ങനെയാണ് ടോപ്പ് 4 എത്തിയത്? എനിക്ക് തോന്നുന്നു നൂനോ ആ സ്ക്വാഡ് എന്ന് പറയുന്നത്, അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ അവർക്ക് അടിപൊളി സ്ക്വാഡ് ഉണ്ട് കേട്ടോ. അവരുടെ റിക്രൂട്ട്മെന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തിനാണ് ഇത്ര ആൾക്കാരെ വാങ്ങിക്കൂട്ടുന്നത്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പ്ലേയേഴ്സ് ആയാലും സ്ക്വാഡ് ഡെപ്ത് ആയാലും പിക്ക് മാറ്റിയെടുത്തു. അവർക്ക് ഫിയർലെസ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഏത് ടീമിനെ വേണം പൊട്ടിക്കാനുള്ള ഒരു അമ്യൂണിയേഷൻ അവരുടെ സൈഡിൽ ഉണ്ട് എന്ന് വേണം പറയേണ്ടി വരും. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോഡ് ബോളിയുടെ മറ്റൊരു വേർഷൻ അല്ലേ, കുറെ സ്ക്വാഡ് ഡെപ്ത് ഉൾപ്പെടുത്തിയ അവസാനം നമ്മൾ കളിയാക്കി. അവസാനം ടോഡ് ബോളി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒക്കെ മിടുക്കന്മാരെ. ഇപ്പുറത്ത് ബാർസയാണ്, സിറ്റി ആണെങ്കിലും സ്ക്വാഡ് ഡെപ്തിന്റെ ഇഷ്യൂ സിറ്റിക്ക് കാണാനുണ്ട്, അധികം സൈൻ ചെയ്ത. ലിവർപൂളിന് സ്ക്വാഡ് ഡെപ്തിന്റെ ഇഷ്യൂ ഇപ്പൊ ഹിറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആർസണലിന് അത് ചെറുതായിട്ട് വരുന്നുണ്ട്. സോ മാൻ യുണൈറ്റഡിന് ടു ആൻ എക്സ്റ്റെന്റ് കാണുന്നുണ്ട്, ടോട്ടനാമിന് കാണുന്നുണ്ട്. സോ നമ്മൾ എല്ലാരെയും കളിയാക്കി. ബട്ട് ഇപ്പൊ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ചെൽസി ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാരും നോക്കി കണ്ടോളാം, ഞങ്ങൾ 4ാമതും ഞങ്ങൾ 2ാമതും ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാരും നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. സോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഞാൻ സർപ്രൈസ് ആണ് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മള് ഓർത്തില്ല ടോപ്പ് 4 ന്യൂനോ എസ്പിരിറ്റോ സാന്റോസ്. ന്യൂനോ ഇപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, ന്യൂനോ എസ്പിരിറ്റോ സാന്റോസ് ആയിരുന്നു ഏറ്റവും ആദ്യമേ സാക്ക് ചെയ്യപ്പെടും എന്ന് പറഞ്ഞുള്ള ഈ ഓഡ്സ് പ്രോബിലിറ്റി ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തിൽ ഫസ്റ്റ് കിടപ്പുണ്ടായിരുന്നു പുള്ളിയുടെ പേര് സാക്ക് ആവും എന്ന് പറഞ്ഞു. അവിടുന്ന് പുള്ളി ഇവരെ വെച്ച് ഈ ഒരു പെർഫോമൻസ് എടുക്കുക, എല്ലാവരും അന്യായിട്ട് പെർഫോം കൊടുക്കുക, ക്രിസ്ബുട്ടൊക്കെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഇങ്ങനെ സ്കോറിംഗ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക്
ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ ഇതാണ് പറയുന്നത്, ഇറ്റ്സ് റിയലി അൺപ്രഡിക്റ്റബിൾ. എനിക്ക് തോന്നുന്നില്ല ഇതവർ സസ്റ്റെയിൻ ചെയ്യുന്നു. ഐ തിങ്ക് ഇവഞ്ച്വലി അറ്റ് സിറ്റി ടോപ്പ് 4 എങ്ങനെയും ഗ്രാബ് ചെയ്യും. ആർസണൽ, സിറ്റി, ചെൽസി, ലിവർപൂൾ ആണ് ഞാൻ കാണുന്നത് ടോപ്പ് 4. സോ അവസാനം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡ്രോപ്പ് ആവുമായിരിക്കും. ബട്ട് ദിസ് ഈസ് സ്പെഷ്യൽ, അതേ പറയാൻ പറ്റും. അതെ. അപ്പോ ഇന്ന് EFL കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ബ്രോ, ആർസണലിന്റെ കാര്യം ചോദിക്കണം. ലിവർപൂളിന് പുതിയ മാനേജർ, ചെൽസിക്ക് പുതിയ മാനേജർ. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ എവർട്ടനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അനാവശ്യമായിട്ട് അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് അടിക്കേണ്ടത് ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഒരു എക്സ്ക്യൂസ് കൊടുക്കാനുള്ള, കാരണം ബോർഡിൽ നിന്ന് എടുപോയി. ഇപ്പൊ പുതിയ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ പറയുന്നത് ഇനി പൈസ തരണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കാണിച്ചിട്ട് മാത്രമേ പൈസ ഇറക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോയുടെ അഭിപ്രായത്തിൽ പുള്ളി ഡൊമസ്റ്റിക് അങ്ങനെ പുറത്താവുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സീസൺ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും സിറ്റുവേഷൻ? ബ്രോ ഉള്ള പറയാലോ, ഈ സീസൺ ഈവൻ ഇഫ് നമ്മൾ ഡൊമസ്റ്റിക് കപ്പ് അടിച്ചാലും ഐ തിങ്ക് പ്രീമിയർ ലീഗിലോട്ട് ടൈറ്റ് ആയിട്ട് ഇപ്പം ലാസ്റ്റ് 2 മത്സരങ്ങളിലെ റിസൾട്ട് നമ്മൾ കണ്ടു. സോ കപ്പ് മസ്റ്റ്. ലാസ്റ്റ് ആളുടെ പ്രസ് കോൺഫറൻസിൽ ആളുടെ കപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് ഉൾപ്പെടെ മേജർ ട്രോഫി പോലെ ആൾ പറഞ്ഞു. സോ അതിന്റെ പേര് കുറെ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ കപ്പാണ്, ഇവഞ്ച്വലി കപ്പാണ് എല്ലാം മാറ്റർ ചെയ്യുന്നത്. സോ ഈ സിറ്റുവേഷനിൽ ഈ സീസൺ സ്റ്റാർട്ടിൽ പെപ് ഗാർഡിയോളയ്ക്ക് ഒരു സ്ലിപ്പ് നമ്മൾ പിന്നെയും ഓക്കെ പറയാം. കാരണം ഇവഞ്ച്വലി ഇത്ര വർഷമായിട്ട് ഒരു ടൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സീസണിൽ ഇങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്തപ്പോൾ ഗ്രാബ് ചെയ്യേണ്ടത് ആർസണലാണ്. സീസൺ സ്റ്റാർട്ടിൽ പലരുടെയും ഫേവറേറ്റ്സ് ആയിരുന്നു ആർസണൽ ഈ സീസൺ പ്രീമിയർ ലീഗ് അടിക്കാനായിട്ട്. സോ ഇപ്പൊ നമ്മൾ ലിവർപൂൾ കാണുന്ന പോലെ, ചെൽസി കാണുന്ന പോലെ ഇവർ രണ്ടുപേരും നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആർസണൽ ആയിരുന്നു ശരിക്കും ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യേണ്ടത്. ഇപ്പൊ പോയിന്റ്സ് ടേബിളിൽ സിറ്റി ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആർസണൽ ആയിരിക്കണം ഫസ്റ്റ് നിൽക്കേണ്ടത്. കാരണം അവര് ആർസണലും സിറ്റിയും തമ്മിൽ ഇപ്പൊ 3 പോയിന്റ്സ് ഗ്യാപ്പേ ഉള്ളൂ. സിറ്റിയുടെ വേഴ്സ് സീസണിലോട് പൊക്കോണ്ടിരിക്കുമ്പോൾ, അണ്ടർ പെപ് ഗാർഡിയോള പൊക്കോണ്ടിരിക്കും. ഇപ്പോഴും ആർസണലും സിറ്റി തമ്മിൽ 3 പോയിന്റിന്റെ ഗ്യാപ്പേ ഉള്ളൂ. സോ അവിടെ തന്നെ നമ്മൾ നോക്കാനാണ് അറ്റാക്ക് ഇപ്പൊ പ്രഷറിലാവുന്ന കാര്യം ക്ലിയർലി നല്ലവർക്ക് അറിയാം. ഐ തിങ്ക് ഈ സീസണോടെ ആളുകൾ ക്ഷമിക്കുമായിരിക്കും. ഐ തിങ്ക് ടോപ്പ് 4 കിട്ടുകയോ ഈവൻ ഇഫ് കപ്പ് കിട്ടിയില്ലെങ്കിലും അവർ നെക്സ്റ്റ് സീസണിൽ അറ്റാറ്റെ വെച്ച് തന്നെ പോകുമായിരിക്കും. പക്ഷേ പ്രഷർ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോഴേക്കും അർട്ടേറ്റ സാക്ക് എന്നുള്ള വിളികൾ നമ്മൾ കൂടുതൽ കാണാനായിട്ട് തുടങ്ങും. സോ ഈ സീസണിൽ എങ്ങനെയാലും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു EFL കപ്പോ അതോടൊപ്പം ടോപ്പ് 4 പ്രീമിയർ ലീഗിന് വേണ്ടി മത്സരിക്കുക. മേ ബി ഒരു 1-2 പോയിന്റിനൊക്കെ ലാസ്റ്റ് പോകണം, പിന്നെ ഓക്കെ പറയാം. ബട്ട് നെക്സ്റ്റ് 6 months മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക, മാക്സിമം പോയിന്റ്സ് ഗ്രാബ് ചെയ്യുക. അതുപോലെ പറ്റുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു റൺ എടുക്കുക. കാരണം ഒരു കപ്പ് കോമ്പറ്റീഷൻ ഉള്ള ഒരു ടീം ആർസണലിനുണ്ട്. സ്ക്വാഡ് നമ്മൾ നോക്കാനായിട്ടാണ് ഇഞ്ചുറി ഇഷ്യൂസ് ഇപ്പൊ ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തോമസ് പാർട്ടിയുടെ ഇഞ്ചുറി, കാലിഫോർ ഇപ്പൊ ഇഞ്ചുറി ആവുന്നു, ടിംബറിന് വീണ്ടും ഇഞ്ചുറി. സോ ഇങ്ങനെ കുറെ ഇഞ്ചുറി ഇഷ്യൂസ് അവർക്ക് ഹിറ്റ് ആവുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. മറ്റു ടീമുകൾക്കും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. സോ ഗ്രാബ് ചെയ്യുക ഓപ്പർച്യൂണിറ്റീസ്. EFL കപ്പെങ്കിൽ EFL കപ്പ് വേനടിക്കുക. പ്രീമിയർ ലീഗിന് മത്സരിച്ചേ പറ്റുള്ളൂ. കാരണം ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. 100% ലിവർപൂൾ ബാക്ക് ടു ബാക്ക് ഗെയിംസ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ജാനുവരിയിൽ അവർ അഡീഷൻസ് നടത്തിയില്ലെങ്കിൽ ക്വാൻഷെ ആണെങ്കിലും ഗോമസ് ഒക്കെ ആണ്, റോബർട്ട്സന്റെ ഫോം ഒക്കെ ഒരു ഇഷ്യൂ ആണ്. സോ ലിവർപൂൾ ഇനി അടുത്ത 6 മാസങ്ങളിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. സോ മാക്സിമം പോയിന്റ്സ് ഗ്രാബ് ചെയ്യുക. നെക്സ്റ്റ് 6 months ക്ലിയർ ആയിട്ട് ഒരു പെർഫോമൻസ് കൊടുക്കുക. മോർ ദാൻ ദാറ്റ് ഈ സെറ്റ് പീസ് ഓവർ ഡിപെൻഡൻസ് മാറ്റി ഓപ്പൺ പ്ലേയിൽ നമ്മളൊരു ക്ലിയർ ഫിലോസഫി, അത് ഓപ്പൺ പ്ലേയിലൂടെ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുക. ഇതെല്ലാം ആർസണലിന് മസ്റ്റ് ആണ്. ക്ലിയർലി അർട്ടേറ്റ അണ്ടർ പ്രഷർ ആണ്. ഐ തിങ്ക് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ലിവർപൂൾ ആർസണൽ കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലും അർട്ടേറ്റ തന്നെ ആയിരിക്കും മാനേജർ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നെക്സ്റ്റ് സീസൺ മൈറ്റ് ബി ഹിസ് ലാസ്റ്റ് ചാൻസ്. അതെ. ഇപ്പോ അമോരത്തിന്റെ കാര്യം ഒന്ന് ചോദിക്കുന്നുണ്ട് ബ്രോ. പുള്ളി പുറത്താക്കാനായിട്ട് 1-2 കുറച്ച് പ്ലേയേഴ്സിനൊക്കെ ഷോർട്ട് ചെയ്തു എന്നുള്ള ന്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയ കേൾക്കുന്നുണ്ട്. കാരണം കുറച്ച് ആൾക്കാരെ സ്ക്വാഡിലില്ല. എന്താണ് ബ്രോയുടെ അഭിപ്രായം? പുള്ളി റിയലൈസ് ചെയ്തോ ഈ പ്ലെയറെ വെച്ചിട്ട് കളിക്കാന്ന് പറഞ്ഞ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് അവര് പോകുന്നതിന് മുമ്പേ പുള്ളി സാക്കിയാനുള്ള എല്ലാ കാര്യം കാണുന്നുണ്ട്. കാരണം ഇത് പല മാനേജറുടെ കീഴിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്കൊന്ന് പുള്ളി പറയുന്നില്ല, ദിസ് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവിടെ കോച്ചുമാർക്ക് ചാൻസ് കിട്ടാറില്ല, ഇവിടെ സ്റ്റാഫുകൾക്ക് പോലും ചാൻസ് കിട്ടുന്നില്ല. സോ ആ ഒരു സെയിം പ്രഷർ പ്ലേയേഴ്സും അനുഭവിക്കണം. അപ്പൊ നമ്മൾ നോക്കാനായിട്ടാണ് എത്ര മാനേജേഴ്സ് വന്നു പോയി അല്ലെ. ഡേവിഡ് മോയിസ് വന്നു പോയി, ലൂയിസ് വാൻഗാൾ വന്നു, മൊറീനോ വന്നു, സോൾസ്റ്റർ വന്നു, ഇപ്പൊ വന്നു. സോ ഇത്രയും പ്ലേയേഴ്സ്, ഇത്രയും കോച്ചുമാർ വന്നു പോയി. ആ സമയത്തും പല പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്ന പല പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട്. കുറെ ലീക്കുകളുണ്ട്, കുറെ ന്യൂസുകൾ പോകുന്നുണ്ട്, കുറെ ഡ്രസ്സിംഗ് റൂമിൽ സീക്രട്ട് ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ പബ്ലിഷ് ആവുന്നുണ്ട്. സോ ആള് നോക്കിയിട്ട് ഇപ്പൊ പെർഫോം ചെയ്യാത്ത പ്ലേയേഴ്സിന് ഇനി വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പം കുറെ പ്ലേയേഴ്സ് മേ ബി 2-3 മത്സരം പെർഫോം ചെയ്യുക, അത് വെച്ച് അടുത്ത 5-6 മാസം തള്ളി നീക്കുന്നത് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. ഒരു 10 കളിയിൽ ഒരു 2 ബാഡ് പെർഫോമൻസ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു 10 കളിയിൽ 8 ബാഡ് പെർഫോമൻസും 2 ഗുഡ് പെർഫോമൻസും കൊടുത്ത് നിൽക്കുക ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഇപ്പൊ അമോറിന്റെ അണ്ടർ നമ്മൾ കാണുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഇപ്പം സിറ്റിക്ക് അഗേൻസ്റ്റ്. സോ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബോർൺമത്ത് മാച്ചിലോ, ബോർൺമത്ത് ഇപ്പൊ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ഉദാഹരണം പറയുകയാണ് ഒരു സൗത്ത് ആംപ്ടൺ മാച്ചിലോ ലെസ്റ്റർ സിറ്റി മാച്ചിലോ ഒക്കെ പിടിച്ച്
നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രീൻവുഡിനും പോട്ടെ, നമ്മുടെ ഗർണാച്ചോനെ അതുപോലെ തന്നെ റാഷ്ഫോർഡിനെ പുറത്തിരുത്തുവാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ നല്ല ഡിസിപ്ലിൻ കാണിച്ചു, പക്ഷെ ആൾക്ക് ഈ മാച്ച് റിസ്ക് ചെയ്യുക, അതുകൊണ്ട് ആളെടുത്തത്. ബട്ട് സിറ്റി പോലത്തെ ഒരു മാച്ചിൽ ഇവർ രണ്ടുപേരെ ബെഞ്ചിലും അല്ല സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്താതെ പുള്ളി ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് ബോൾസ് എന്ന് നമ്മൾ പറയുന്നത്. ആള് എന്താ പറയാ, ഏത് ഡിസിഷൻ എടുക്കാനും റെഡിയാണ്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവർ, അതായത് എന്നെ ഇംപ്രസ് ചെയ്യുന്നവർ ഇവിടെ നിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ആളുടെ ടൂണ്. അതുപോലെ നമ്മള് സിറ്റി മാച്ചിലും കണ്ടു. ഇപ്പൊ ടെന്നാഗിന്റെ ടീം ആണെങ്കിൽ ശരിയാണ്, സിറ്റി എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്തില്ല, സിറ്റി ക്ലിയർ ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെന്നാഗിന്റെ അണ്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഡിഫൻസീവ് ലൈൻ നമ്മൾ കാണത്തില്ലായിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്യാതെ സ്കാറ്റേഡ് ആയി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു ടീമിനാണ്. ബട്ട് അന്നത്തെ മാച്ച് നമ്മൾ കാണാനായിട്ടാണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് ഇറങ്ങിയിട്ടാണെങ്കിലും അവർ വെയിറ്റ് ചെയ്യണം. നമ്മൾ സിറ്റിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, നമ്മൾ ഡിഫൻസീവില് സോളിഡ് ആയിട്ട് നിൽക്കുക, നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും, ഗ്രാബ് ചെയ്യുക, സിറ്റി വൾണറബിൾ ആണ്. ലാസ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ കണ്ടു കളി മാറി പറഞ്ഞത്. സോ ടെന്നാഗിന്റെ ടീം ആണെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് തന്നെ സിറ്റി 2 ഗോൾ അടിക്കാനായിട്ടുള്ള ചാൻസ് ഒപ്പിച്ചു കൊടുത്തു, 3-0 ആക്കി, കംഫർട്ടബിൾ ആക്കി. ബട്ട് അമോറിന്റെ അണ്ടർ വി ആർ സീയിങ് എ പ്രോപ്പർ സ്ട്രക്ചർ, എസ്പെഷ്യലി വിത്തൗട്ട് ബോൾ. ഒഫൻസീവ്ലി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അത് പ്ലേയേഴ്സിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ട്. വിംഗ് ബാക്സ് ഇല്ല, ആളുടെ സിസ്റ്റത്തിൽ വിംഗ് ബാക്സ് ഇല്ല പറ്റുന്നത്. സോ വിംഗ് ബാക്സ് മസ്റ്റ് ആണ്. സോ അവിടെയൊക്കെ അഡീഷൻസ് വന്നാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. ബട്ട് മോർ ദാൻ ദാറ്റ് ഒരു ഡിസിപ്ലിൻ, നമ്മൾ ടെൻഹാഗിന്റെ കയ്യിൽ എന്ത് പ്രതീക്ഷിച്ചോ അത് ഇവിടെ അമോറിന്റെ അണ്ടർ ആദ്യത്തെ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. സോ ഇത് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ബട്ട് സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഒമർ ബറാഡയുടെ സപ്പോർട്ട് ഉണ്ട്. ആഷ്വർത്തിനെ ആൾ പുറത്താക്കി. ആഷ്വർത്തും അമോറിയും തമ്മിൽ ഒത്തുപോകുന്ന ഒരു ലക്ഷണമില്ലായിരുന്നു. സോ അവിടെ സാക്രിഫൈസ് ചെയ്ത് കോച്ചിനെ അല്ല ആഷ്വർത്തിനെയാണ്. സോ അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആൾക്ക് റാഷ്ഫോർഡിനെ വേണ്ട, ഫോസ്റ്റർ പോയി അതൊന്നുമില്ല, ആൾ പുറത്താക്കുവാണ്. ഇപ്പൊ അവർ റിക്രൂട്ട് ചെയ്യുന്ന നോക്കുക, പല സൗത്ത് അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ പാരഗ്വേയിൽ നിന്നും ഒക്കെ താരങ്ങളെ ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. പല ഇംഗ്ലീഷ് ടാലൻസിലുപരി മറ്റു വെളിയിൽ നിന്നുള്ള ടാലന്റുകളൊക്കെ ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് ഗുഡ് ടു സീ. സോ പോസിറ്റീവായിട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലേ, പ്രോബ്ലി ബിഗസ്റ്റ് ക്ലബ് ഇൻ വൺ ഓഫ് ദ ബിഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. സോ അവിടെ ഇങ്ങനെയും സബ്സ്റ്റാൻഡേർഡ് പെർഫോമൻസുകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡിസിഷനാണ്. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ബ്രോ, ലിവർപൂൾ ഈ വീക്കിൽ സ്പേഴ്സുമായിട്ടാണ് ഒരു 10 പേരെ വെച്ചിട്ട് ഫുള്ളാവിനെ അടിച്ചിട്ടു. ഭീകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മളാണെങ്കിൽ ഇഞ്ചുറിയുടെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. എന്താണ് ബ്രോ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ? ഒരു നല്ല മാച്ച് കാണാൻ പറ്റുമോ? നമ്മുടെ ഹോമിലാണ് കളി. ബ്രോയുടെ അഭിപ്രായത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബ്രോ റിയലിസ്റ്റിക്കലി തിങ്കിങ് ഐ ക്യാൻ സീ ലിവർപൂൾ വിനിങ്. ഒറ്റയടി പറയാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ജയിക്കും എന്നാണ് തോന്നുന്നത്. ടോട്ടനാമിന്റെ ഹോം മാച്ച് ആണ്, എല്ലാം ആണ്. പക്ഷെ എന്നാലും ടോട്ടനാം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഗ്യാരണ്ടി തരുന്നില്ല. സൗത്ത് ആംപ്ടനെ തോപ്പിച്ചു 5-0. പക്ഷെ ഒരു നല്ല പെർഫോമൻസ് പിന്നെ ഒരു ചീത്ത പെർഫോമൻസ്, ഒരു നല്ല പെർഫോമൻസ് പിന്നെ ഒരു ചീത്ത പെർഫോമൻസ്. സോ എനിക്ക് ഡിഫൻസീവ്ലി ടോട്ടനാം നമ്മൾ നോക്കാനായിട്ടാണ് ഗോൾസ് സ്കോർ ചെയ്യുന്ന ഇതുണ്ട്. പക്ഷെ എന്നാലും ഗോൾസ് ഇപ്പൊ ലീക്ക് എന്നൊരു ഫീൽ ഉണ്ട്. അപ്പുറത്ത് ലിവർപൂൾ എന്തായാലും 2 മാച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് നെക്സ്റ്റ് മാച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ കുറച്ചുകൂടെ ഡിറ്റർമൈൻഡ് ആയിരിക്കും. ദേ വിൽ കം ആഫ്റ്റർ യു ഗൈസ്. ബട്ട് ലിവർപൂളിനെ നമ്മൾ നോക്കാനായിട്ടാണ് കുറച്ച് ഫിസിക്കലായിട്ട് ലിവർപൂളിനെ അഗൈൻസ്റ്റ് പോയാൽ മേ ബി ചാൻസ് ഉണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കാൻ ന്യൂകാസിൽ കാണിച്ചു. പക്ഷെ എനിക്ക് എന്തായാലും ടോട്ടൻഹാം അത്ര എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്ത്, അത്ര ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ച്, അത്രയും ഡിഫൻസീവ് സ്റ്റെബിലിറ്റി കാണിക്കുന്ന, കാരണം ന്യൂകാസിൽ കൊടുത്ത ഒരു പെർഫോമൻസ് ഒക്കെ അത്ര പ്രസിംഗ് ഒക്കെ കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. സോ ഐ എം റൂട്ടിംഗ് മോർ ടുവേർഡ്സ് ലിവർപൂൾ ടു വിന്നിംഗ് ദ ടൈം ഉള്ള പറയുന്നത്. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബ്രോ.